ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് റേഷൻ കടയിൽ മട്ടരിയോ വെള്ളരിയോ ഏതായാലും വേണ്ടില്ല കേട്ടോ. ഇത് നമുക്ക് ഇനി റേഷൻ കടയിൽ നിന്ന് കിട്ടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വേണ്ടി വിഷമിക്കുകയേ വേണ്ട. ചിലർ ചോറ് വെച്ച് കഴിക്കും, പക്ഷെ ചോറ് വെച്ചാലും രസമില്ലാത്ത മട്ടരി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ മട്ടരി നമ്മൾ തലേ ദിവസം ഇത് 2 കപ്പ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുക്കുക കേട്ടോ. തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മട്ടരിയുടെ ആ ചോപ്പ് നല്ലോണമൊക്കെ ഒന്ന് കഴുകി നല്ലോണം വൃത്തിയാക്കുക കേട്ടോ. നമ്മുടെ റേഷൻ കടയിലല്ലേ, അപ്പോൾ ഒരു 5-6 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം മാറ്റുമ്പോൾ 2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ മട്ടരി. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ആ 2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ലൂസിൽ അരച്ചെടുക്കരുത്. ലൂസിൽ അരച്ചെടുക്കുമ്പോൾ നമുക്കത് പ്രയാസമാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം ഇട്ടിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/2 ഭാഗം വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചുകൂടി 1 കപ്പ് കുറച്ചിച്ച് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ 1 കപ്പ് വെള്ളം എടുത്തതിലേക്ക്. അപ്പോൾ 1 കപ്പിന് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത് ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കപ്പിൽ കുറച്ച് വെള്ളം ബാക്കിയുള്ളതാണ്. എന്നിട്ട് ഒരു 1/2 കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ എനിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് അരച്ചെടുക്കാൻ ഇതുപോലെ അരച്ചെടുക്കാവൂ, നല്ല ലൂസിൽ അരച്ചെടുക്കരുത്. ഇപ്പോൾ നമ്മൾ 2ാമത്തെ ബാച്ചും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെന്നൊന്നുമില്ല. ചെറിയൊരു തരിതരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്കുള്ള തേങ്ങയാണ് എടുക്കുന്നത്. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ഇല്ലാണ്ട് ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ, നല്ല അരച്ചെടുക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നമുക്കിത് നല്ലോണം ഇളക്കിയെടുക്കാം. ഈ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ചിലവരൊന്നും വെക്കില്ല, ഞാൻ വെക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് തീർക്കാറ്. ഇപ്പോൾ 3/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ, പച്ചരിയുടെ പൊടിയാണ്. ഇത് വറുക്കാത്ത പൊടിയാണ്. ഇനി വറുത്ത പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിതിലേക്ക് 3/4 കപ്പാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടി ചേർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 2 കപ്പ് അരിക്ക് എനിക്ക് 3/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതാ കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുക്കുക. നിങ്ങൾ വെള്ളം അധികം ചേർക്കാണ്ട് നമ്മളിത് അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ വെള്ളം കൂടിപ്പോവരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ കൈവെള്ളയിലിട്ടിട്ട് കുഴച്ച് ഒന്ന് ഉരുട്ടാൻ പാകത്തിന് ആക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല ടൈറ്റ് ആവരുത്, ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയുടെ മൂടിയാണ്. ഇതിൽ നമ്മൾ കുറച്ച് എണ്ണ തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലത്തെ ചെറിയ കനം കുറഞ്ഞ ഇതെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് ഇതെടുക്കാൻ പറ്റുള്ളൂ. നമുക്കിത് കുഴച്ചെടുക്കും പരത്തിയെടുക്കും ഒന്നും വേണ്ട. ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇവിടെ കാക്കകൾ വന്നിട്ട് എന്താ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ കുട്ടി താഴെ വീണിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതാണ് കാക്കകൾ ഇങ്ങനെ കരയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈവെള്ള വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. കൈവെള്ളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതുപോലെ ഒന്ന് സൈഡൊന്ന് കൊട്ടി കൊടുത്താൽ തന്നെ നമുക്കിത് വേറിട്ട് കിട്ടും കേട്ടോ. കണ്ടല്ലോ, ഇപ്പോൾ കറക്റ്റ്
കറക്റ്റ് കനത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നല്ല തിക്കിലും എടുക്കരുത്, എന്നാൽ നല്ല ഇതായിട്ട് കനം കുറച്ചും എടുക്കരുത് കേട്ടോ. ഇതുപോലെ എടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ വട്ടുപത്തിരിയുടെ ഒക്കെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. വട്ടുപത്തിരി കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ മട്ടരി വെച്ചിട്ട് മാത്രമല്ല, നമ്മൾ വെള്ളരിയും കിട്ടുമല്ലോ റേഷൻ കടയത്തെ, അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ അമർത്തി കൊടുക്കാം കേട്ടോ. എത്രണ്ട് അമർത്തി ഒതുക്കാൻ പറ്റുമോ അതുപോലെ നമ്മളിത് ഒതുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ഷേപ്പിൽ കിട്ടും. എന്നിട്ട് സൈഡ് ഇങ്ങനെ കയ്യിൽ കൊട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇത് വേറിട്ട് കിട്ടും. ഇങ്ങനെ കൊട്ടിയാൽ കിട്ടില്ല, ഇങ്ങനെ സൈഡ് കൊട്ടുമ്പോഴാണ് കേട്ടോ കിട്ടുക. ഇതുപോലെ ഇങ്ങനെ സൈഡ് കൈവെള്ളയിൽ വെച്ച് അമർത്തി കൊട്ടി എടുക്കുമ്പോൾ വേറിട്ട് വേഗത്തിൽ വരും. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കും പരത്തിയെടുക്കും ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമ്മളിത് കൂടുതൽ എണ്ണയൊന്നും വെച്ച് കൊടുക്കണില്ല. ഞാൻ പരന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലോണം മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് 3 വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ 3 എണ്ണമാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. പരന്ന പാത്രത്തിലാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ കറക്റ്റ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട്, നമ്മൾ അധികം ലൂസിലല്ലല്ലോ അരി അരച്ചെടുത്തതുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. നമ്മൾ ഈ ഒഴിച്ച എണ്ണയിൽ തന്നെ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പുറം ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുക. ഇത് പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. നല്ലോണം ഒരു പുറം ആയതിൻ്റെ ശേഷം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം. നിങ്ങൾക്ക് നല്ല മുരിയിപ്പിച്ച് നല്ല ക്രിസ്പിയോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ ഒപ്പം ഏത് കറി, മുട്ട റോസ്റ്റ്, അങ്ങനെ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് വെറുതെ കഴിക്കാനാണെന്ന് വെച്ചാൽ ഒന്നുകൂടി മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയോടെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിത് റേഷൻ കടയിലെ മട്ടേരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒട്ടും തന്നെ പറയില്ല കേട്ടോ. എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതാ നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളിതൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ടില്ല, കാരണം നമുക്കിത് കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. നമുക്ക് ഇതിങ്ങനെ ചുട്ടെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോന്ന് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ പാത്രത്തിൽ അമർത്തി കൊടുത്തിട്ട് ഒപ്പം രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിലായി കിട്ടും. കൂടുതൽ സമയമൊന്നും വരില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. തലേ ദിവസം ഒന്ന് അരി കുതിർത്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ചെറുതായി ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ. നമുക്കിത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും വേണം ഉൾഭാഗമൊക്കെ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മൾ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഭയം പെടണ്ട. നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിയോടെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ രണ്ടാമത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഏത് പല്ലില്ലാത്തവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. ഒട്ടും തന്നെ ബലം ഉണ്ടാവില്ല. നമ്മളിത് റേഷൻ പുഴുങ്ങലരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. പുറം ഭാഗം ഒരു ക്രിസ്പിനെസ് ഉണ്ട്. ഇനി നമുക്കിത് നല്ല ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിത് കറി കൂട്ടി കഴിക്കുമ്പോൾ അത്ര ക്രിസ്പി വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമുക്കിത് തൊട്ടാൽ തന്നെ മുറിഞ്ഞ് കിട്ടും. കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മട്ടരിയും പുഴുങ്ങലരിയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ഇനി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മട്ടരി ആയാലും അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.